വടക്കൻ കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴ തുടരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ഇടവിട്ട് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 3 വരെ മഴ ശക്തമായി തുടരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. തുടർന്ന് നാളെയോടെ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അറബിക്കടലിൽ വടക്കൻ കേരള തീരത്ത് ന്യൂനമർദ്ദം പാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സ്വാധീനത്തിൽ അടുത്ത 2 ദിവസം വടക്കൻ കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ആശങ്കയാണെന്നും ഓഗസ്റ്റ് 3 വരെ സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്തിന്റെ സമീപത്ത് കൂടിയിട്ടുള്ള ന്യൂനമർദ്ദം അത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതോടൊപ്പം വടക്കൻ കേരളം മുതൽ ഗുജറാത്ത്, തെക്കൻ ഗുജറാത്തിന്റെ തീരം വരെ രൂപപ്പെട്ട ന്യൂനമർദ്ദം പാത്തുകൂടിയാകുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടുള്ള മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്നതിനാൽ ഇടുക്കി തൊടുപുഴയിലെ മണക്കാട് സ്റ്റേഷനിലും തൃശൂരിൽ കരുവന്നൂർ പാലക്കടവ് സ്റ്റേഷൻ, ഗായത്രി നദിയിലെ കൊണ്ടായി സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം.